ഹായ് ഓൾ, നമ്മളിന്ന് +1 ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ? ഡബിൾ സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. നല്ല അടിപൊളി ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചാപ്റ്റേഴ്സാണ്, അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാ ക്വസ്റ്റ്യൻസ് ഇതാ വരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ഇപ്പോൾ വരും കേട്ടോ. ഇതാ വന്നു, സ്ക്രീനിൽ കണ്ടോ? എന്താണ്? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ബോൾ ഓഫ് മാസ് 0.15 കിലോഗ്രാം is dropped from a height 10 meter, strikes the ground and rebounds to the same height. 10 meter ഹൈറ്റിൽ നിന്നിട്ട ബോൾ തറയിൽ വന്ന് ഇടിച്ചിട്ട് അതേ ഹൈറ്റിലോട്ട് എത്തിയെന്ന് എന്ന് പറയുമ്പോൾ തറയിൽ വന്ന് ഇടിച്ച അതേ വെലോസിറ്റിയിൽ തന്നെ ബൗൺസ് ചെയ്ത് മേലോട്ട് കയറണം, എന്നാലേ അതേ ഹൈറ്റിലെത്തും. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദ ബോൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം, വരച്ച് നോക്കാം. ഇതാണ് ബോൾ, തറയിലേക്ക് ഇടിച്ചു, അത് കഴിഞ്ഞിട്ട് തറയിൽ നിന്ന് അത് മേലോട്ട് പോയി. ഓക്കെ, അതേ ഹൈറ്റിലെത്തുന്നുണ്ട്. അപ്പോൾ തറയിൽ വന്നിടിച്ച വെലോസിറ്റിയും മേലോട്ട് തറയിൽ നിന്ന് പൊങ്ങുന്ന വെലോസിറ്റിയും സെയിം ആയിരിക്കണം. മേലോട്ടുള്ള വെലോസിറ്റിക്ക് നമുക്ക് പോസിറ്റീവ് കൊടുക്കാം, താഴോട്ടുള്ള വെലോസിറ്റിക്ക് മൈനസ് കൊടുക്കാം. ഓക്കെ, ഏതാണ് ഇനീഷ്യൽ വെലോസിറ്റി? ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ഇത്രയും നമുക്കറിയാം. ഇനി നമുക്ക് ഇമ്പൾസ് അല്ലേ വേണ്ടത്. ഇമ്പൾസ് കാണാൻ നമുക്ക് പണ്ടേ അറിയാം. എന്താണ് ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഏതാ? വി. മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഏതാ? ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് വി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരും 2mv എന്ന് വരില്ലേ? വരും. പക്ഷേ ഇവിടെ എം ഉണ്ട്, mv ഇല്ല. അപ്പോൾ ഒരു സാധനത്തിനെ മേലിന്ന് താഴോട്ട് ഇട്ടാൽ ഈ സാധനം തറയിൽ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി എത്രയെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് കാണുക? v² മൈനസ് u² ഈക്വൽ ടു 2as എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. v² മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ഇസ് ഈക്വൽ ടു 2a എന്ന് പറയുന്നത് g ആണ്, s എന്ന് പറഞ്ഞ h ആണ്. അപ്പോൾ v² 2gh എന്ന് വരും. അപ്പോൾ vയുടെ ആൻസർ √2gh എന്ന് വരില്ലേ? അപ്പോൾ ഈ വാല്യൂ ഇതിനകത്ത് ഇടാം നമുക്ക്. അപ്പോൾ ഇസ് ഈക്വൽ ടു 2m ഇൻറ്റു √2gh. ഇതിൽ വാല്യൂ ഇടാം നമുക്ക്. ഈക്വൽ ടു ബാക്കി പറയും. എന്താണ് ആൻസർ? 2 ഇൻറ്റു എമ്മിൻ്റെ ആൻസർ 0.15 എന്നാണ്, ഇൻറ്റു √2 ഇൻറ്റു ജിയുടെ വാല്യൂ 10 എന്നാണ്, എച്ചിൻ്റെ വാല്യൂ 10 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു നിങ്ങൾ തന്നെ പറയുക 2 ഇൻറ്റു 0.15 ഇൻറ്റു 10 ഒരെണ്ണം വെളിയിൽ വരും, ഇൻറ്റു √2. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഇതാ വരുന്നു. ഓക്കെ, അപ്പോൾ അതാ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 1.5 ഇൻറ്റു 2 എത്ര? 3. അപ്പോൾ 3 ഇൻറ്റു 1.414. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ എത്ര വരും? അപ്പോൾ എത്ര വരിക? 3 12 4.23. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്ലോസസ്റ്റ് ആൻസർ ഇതായിരിക്കുന്നു, ഓപ്ഷൻ സി ആണ്. എളുപ്പമല്ലേ? പ്രയാസമുള്ള ക്വസ്റ്റൻ അല്ല. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം അറിയാമെന്നുള്ള എല്ലാവർക്കും ഇത് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. വായിച്ചു നോക്കൂ. അസർഷൻ റീസൺ ടൈപ്പാണ്. എ ഗ്ലാസ് ബോൾ ഡ്രോപ്ഡ് ഓൺ കോൺക്രീറ്റ് ഫ്ലോർ ക്യാൻ ഈസിലി ഗെറ്റ് ബ്രോക്കൺ. കോൺക്രീറ്റിൻ്റെ മണ്ടയിൽ ഗ്ലാസ് ബോൾ വന്ന് വീണാൽ എളുപ്പം പൊട്ടിപ്പോകുന്നു. ഓക്കെ, എനിക്കറിയാമല്ലോ. കാരണം എന്തിനേക്കാളും തടിയിൽ വന്ന് വീണാൽ അത്രയ്ക്കങ്ങ് പൊട്ടത്തില്ല. എന്താ കാര്യം? ഹാർഡായിട്ടുള്ളത് കോൺക്രീറ്റ് അല്ലേ. അപ്പോൾ മൂവ് ചെയ്ത് വരുന്ന ബോള് എന്ത് ചെയ്യുന്നു? കോൺക്രീറ്റിൽ വന്ന് വീണാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. മറ്റേ ഉടൻ ബോർഡാകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ സോഫ്റ്റാണ് അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറും. നിങ്ങൾക്കറിയാം. അപ്പോൾ ലാർജ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ഷോർട്ട് ടൈം ഫോർ കോൺക്രീറ്റ്. അപ്പോൾ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും, അപ്പോൾ പൊട്ടിത്തകരും. അപ്പോൾ അസർഷൻ കറക്റ്റാണ്. ഇനി റീസൺ വായിച്ചു നോക്കിയേ. ഓൺ കോൺക്രീറ്റ് ഫ്ലോർ ഗ്ലാസ് ബോൾ വിൽ ടേക്ക് ലെസ് ടൈം ടു കം ടു റെസ്റ്റ്. ആണല്ലോ. അപ്പോൾ അസർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അസർഷൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് റീസൺ. അപ്പോൾ ഇതേതാണ്? അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അടിപൊളി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? എ റിജിഡ് ബോൾ ഓഫ് മാസ് m സ്ട്രൈക്സ് എ റിജിഡ് wall at 60 degree and gets reflected at the same angle as in figure. The value of impulse എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾക്ക് അറിയാം. ഇനീഷ്യൽ വെലോസിറ്റി ഒരു വെക്ടറാണ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റിയും ഒരു വെക്ടറാണ്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് വേണ്ടത് വാല്യൂ ഓഫ് ഇമ്പൾസ് അല്ലേ. ഇമ്പൾസ് കാണാൻ എന്താ വഴി? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഫൈനൽ മൊമെൻറ്റം കാണാൻ എന്താ വഴി? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഓക്കെ, മൈനസ് ഇനീഷ്യൽ എങ്ങനെ കാണാം? മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. വെക്ടർ ഇടണമെന്നേ ഉള്ളൂ. അപ്പം മാസ് കോമൺ എടുക്കുക, ബാക്കി വി മൈനസ് യു എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവിടെ വി മൈനസ് യു എങ്ങനെയാണ് കാണുക? ജസ്റ്റ് ഒരു കോമൺ സെൻസ് ആണ്. വി മൈനസ് യു എങ്ങനെയാണ് കാണുക? വി പ്ലസ് മൈനസ് യു എന്നാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ റെഡിയാക്കാം. വെക്ടർ വിയെ നിങ്ങൾ കാണുന്നുണ്ട്. വെക്ടർ വിയെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെക്ടർ വി. ഓക്കെ, ഒരു സംശയം ആർക്കും ഇല്ല. ഇനി മൈനസ് യു എങ്ങനെ കാണുക? മൈനസ് യു എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് വി തന്നെയാണ്. ഓക്കെ, അപ്പം നെഗറ്റീവ് വെക്ടർ വി എങ്ങനെ കാണുക? ഇതാണ് വി എഴുതിയിരിക്കുന്നത് മൈനസ് വി ആണ്. ഓക്കെ, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെ? വി തന്നെ. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇടയ്ക്കുള്ള ആംഗിൾ എത്ര വരും? ഇവിടെയും 60 ആണ്. അപ്പോൾ ടോട്ടൽ 120 ആണ്. രണ്ട് വെക്ടേഴ്സ്, ആദ്യത്തതും വി മാഗ്നിറ്റ്യൂഡ്, രണ്ടാമത്തെ മാഗ്നിറ്റ്യൂഡും വി, ഇടയ്ക്കുള്ള ആംഗിൾ 120. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ദ വെക്ടർ ഇറ്റ് സെൽഫ് എന്ന് നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് പറയാം. ആദ്യത്തെ വെക്ടർ എ, രണ്ടാമത്തെ വെക്ടർ ബി, ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. റിസൾട്ടൻ്റ് എങ്ങനെ കാണും? √(a² + b² + 2ab cos തീറ്റ. അതുപോലെ ഇവിടെ ആദ്യത്തെ വെക്ടർ വി, രണ്ടാമത്തെ വെക്ടർ വി, ഇടയ്ക്കുള്ള ആംഗിൾ 120. എങ്ങനെ കാണും റിസൾട്ടൻ്റ്? അപ്പോൾ റിസൾട്ടൻ്റ് ഞാൻ കാണാം. അപ്പോൾ റിസൾട്ടൻ്റ് എങ്ങനെ കാണുക? ഞാൻ എഴുതാം. റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു √(a² + b² + 2ab cos 120. ഓക്കെ, cos 120 നിങ്ങൾക്ക് അറിയാമോ? cos 120 എന്ന് പറഞ്ഞാൽ cos 90 + തീറ്റ എന്നാണ്. 90 + 30 എന്നാണ്. ഓക്കെ, അപ്പോൾ cos 90 + തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ തീറ്റ എന്നാണ്. അപ്പം മൈനസ് സൈൻ 30 എന്നാണ്. എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ 30 എത്ര? 1/2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായി. അപ്പം മൈനസ് 1/2. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ആൻസർ മൈനസ് 1/2. അപ്പോൾ അവിടുത്തെ 2 ഇവിടുത്തെ 2 ക്യാൻസലാകും. അപ്പോൾ ആൻസർ √(v² എന്ന് വരും. അപ്പോൾ വി എന്ന് വരും. കണ്ടോ? അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ആൻസർ വി. ഓക്കെ, ഇപ്പോൾ രണ്ട് ഈക്വൽ വെക്ടേഴ്സ്, ഇടയ്ക്കുള്ള ആംഗിൾ 120, റിസൾട്ടൻറ്റും വി. ഓക്കെ, ഇത്രയും മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ ഈ ഫൈനൽ ആൻസർ എത്ര വരും? ഇതിൻ്റെ ആൻസർ എത്ര വരും? പെട്ടെന്ന് പറയണം. ഇമ്പൾസാണ് വേണ്ടത്. എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി വെക്ടർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറിൻ്റെ ആൻസർ വി എന്നാണ് വന്നിരിക്കുന്നത്. ആൻസർ എം വി എന്നാണ്. ഇതായിരിക്കുന്നു ആൻസർ. അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ എളുപ്പം. അല്ലാതെ രണ്ടിനെ റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻ്റ് ആക്കി പിന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് മൈനസ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അതിനേക്കാളും എളുപ്പം ഇതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഷൻസ് ഓൺ സ്മൂത്ത് പ്ലെയിൻ സർഫസ് ഡസ് നോട്ട് ഇൻവോൾവ് ഫോഴ്സ് വരാത്തത് ഏതെന്ന് പറയണേ. ആക്സലറേറ്റഡ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. ആക്സലറേഷൻ ഉണ്ട്, അപ്പോൾ ഫോഴ്സും ഉണ്ട്. ഇനി റിട്ടാർഡഡ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. റിട്ടാർഡേഷൻ ഉണ്ടാവണമെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം, ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ട്. മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. മാസ് ആൾറെഡി കോൺസ്റ്റൻ്റാണ്. അപ്പോൾ വെലോസിറ്റി ഇവിടെ കോൺസ്റ്റൻ്റ് ആയാലേ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവും. അപ്പം മൊമെൻറ്റം കോൺസ്റ്റൻ്റ് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നു, അവിടെ ഫോഴ്സ് ഒന്നും വരുന്നില്ല. ആൻസർ ഏതാ? സി ആണ് ആൻസർ. അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വിമ്മിങ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. സ്വിമ്മിങ്ങിനകത്ത് ഏത് പ്രിൻസിപ്പിളാണ് വരുന്നത്? നമുക്കറിയാമല്ലോ, സ്വിമ്മർ കൈ വെച്ചിട്ട് വാട്ടറിൽ ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നു. അതിൻ്റെ റിയാക്ഷൻ കാരണമാണ് നീന്തി വരാൻ പറ്റുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് ഏത് ലോ ആണ്? തേർഡ് ലോ. അപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റോക്കറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ശരിയാണ്, ന്യൂട്ടൺസ് തേർഡ് ലോയും ഇതും കൂടെ ചേർന്നാണ്. ഓക്കെയാണ്. ഇനി ഹയർ ദ വെലോസിറ്റി സ്മോളർ ഈസ് എ പ്രഷർ. ബെർണോളീസ് തിയറാണത്. എന്താണ്? വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ രണ്ടും കറക്റ്റാണ്. പക്ഷേ രണ്ടാമത്തവൻ ആദ്യത്തോട്ട് യാതൊരു ബന്ധമില്ല, ബന്ധുക്കളൊന്നുമല്ല. ആദ്യത്തവൻ്റെ എക്സ്പ്ലനേഷനൊന്നുമല്ല രണ്ടാമത്തവൻ. അപ്പോൾ അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അതാണ് ആൻസർ. അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വായിച്ചു നോക്കൂ. ആൻ എക്സ്പ്ലോഷൻ ബ്രേക്സ് എ റോക്ക് ഇൻറ്റു 3 പാർട്സ്. ഒരു എക്സ്പ്ലോഷൻ കാരണം ഒരു റോക്ക് 3 പീസായിട്ട് തെറിച്ചു. എക്സ്പ്ലോഷന് മുമ്പ് റോക്ക് റെസ്റ്റിലായിരുന്നല്ലോ. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്. ഓക്കെ,
ഇനി ഫൈനൽ മൊമെൻ്റ് എങ്ങനെ കാണും? 3 പീസായിട്ടാണ് തരയ്ക്കുന്നത്. ഫൈനൽ മൊമെൻ്റ് എങ്ങനെ കാണും? ഒരെണ്ണം എക്സ് ഡയറക്ഷനിലും ഒരെണ്ണം വൈ ഡയറക്ഷനിലും ഒരെണ്ണം ഇസഡ് ഡയറക്ഷനിലുമാണ് തെറിച്ചതെന്ന് വെച്ചോ. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻ്റം വെക്റ്റർ പ്ലസ് വൈ ഡയറക്ഷനിലുള്ള മൊമെൻ്റം വെക്റ്റർ പ്ലസ് ഇസഡ് ഡയറക്ഷനിലുള്ള വെക്റ്റർ അല്ലേ? ഇത് മൂന്നിൻ്റെയും കൂടെ വെക്റ്റർ സമ്മാണ് ഫൈനൽ മൊമെൻ്റം. ഇനി ഈ രണ്ട് ആൻസറുകളും ഈക്വലാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 0 ഈക്വൽ ടു ഇനീഷ്യൽ മൊമെൻ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻ്റം പി എക്സ് പ്ലസ് പി വൈ പ്ലസ് പി ഇസഡ് എന്നാണ് വെക്റ്ററാണ്. ഓക്കെ, അല്ലെങ്കിൽ P1 പ്ലസ് P2 പ്ലസ് P3 ഏത് വേണോ നമുക്ക് എഴുതാം. ഇനി ഇതിനകത്തുനിന്ന് പി ഇസഡ് ഞാൻ കണ്ടുപിടിക്കുന്നു. പി ഇസഡ് കാണാൻ എന്താ വഴി? മൈനസ് ഇട്ടിട്ട് പി എക്സ് പ്ലസ് പി വൈ എന്നാണ്. ഓക്കെ, പേടിച്ചൊന്നുമില്ല. നമ്മൾ എക്സ് വൈ ഇസഡ് ഇടാൻ വയ്യെങ്കിൽ നിങ്ങൾ 1 2 3 എന്ന് ഇടുക, ദാറ്റ്സ് ഓൾ. ഇനി ഞാനിവിടെ പി ഇസഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം അതിന് മുമ്പ് പി എക്സ് കണ്ടുപിടിക്കാം. ആദ്യത്തെ പീസാണ് എക്സ് ഡയറക്ഷനിൽ പോയെന്ന് വെച്ചോളൂ. എൻ്റെ മാസ് എത്രയാ? എൻ്റെ മാസ്, ആദ്യത്തെ പീസിൻ്റെ മാസ് 1 കിലോഗ്രാം, മൂവ്സ് വിത്ത് വെലോസിറ്റി 12. അപ്പോൾ 1 × 12 എക്സ് ഡയറക്ഷനിൽ ഐ ക്യാപ്പ്. ഓക്കെ, പേടിച്ചോ? അപ്പോൾ 12 ഐ ക്യാപ്പ് എന്നാണ് ആദ്യത്തവൻ്റെ മൊമെൻ്റം. രണ്ടാമത്തെ പീസിൻ്റെ മൊമെൻ്റം എങ്ങനെ കാണും? പി വൈ, മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് അറിയാം, വെലോസിറ്റി അറിയാം. ഓക്കെ, മാസ് 2 ആണ്, 8. ഏത് ഡയറക്ഷനിൽ? വൈ ഡയറക്ഷനിൽ. അപ്പോൾ ജെ ക്യാപ്പ് എന്നിടാം. അപ്പോൾ 16 ജെ ക്യാപ്പ്. പേടിച്ചില്ലല്ലോ. ഇനി അടുത്ത പീസിൻ്റെയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇതാണ്ട് ഈ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതാം. ഇതാ മൊമെൻ്റം ഓഫ് തേർഡ് പീസല്ലേ വേണ്ടത്, ഈസ് ഈക്വൽ ടു എങ്ങനെ കാണുക? അതാ നെഗറ്റീവ് ഇട്ടിട്ട് ആദ്യത്തെ പീസിൻ്റെ പി എക്സിൻ്റെ ആൻസർ എന്താ? 12 ഐ ക്യാപ്പ് പ്ലസ് അടുത്ത എത്രയാണ്? വൈയുടെ പി വൈ 16 ജെ ക്യാപ്പ് എന്നാണ്. പേടിച്ചില്ലാരും. ഇനി ഇവിടെ നമുക്ക് പി ഇസഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയാം. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്താ വഴി? എക്സ് ഐയുടെ കൂടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ. ഇവിടെ ഐയുടെ കൂടെയുള്ള നമ്പർ -12, ജെയുടെ കൂടെയുള്ള നമ്പറും -16 അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് -12ൻ്റെ സ്ക്വയർ 144 പ്ലസ് 16ൻ്റെ സ്ക്വയർ -16ൻ്റെ സ്ക്വയർ. ഓക്കെ, -16ൻ്റെ സ്ക്വയർ 256 എന്നാണ് അല്ലേ? അപ്പോൾ അതാ ആൻസർ ഇതാ വരുന്നു. ഇസ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. റൂട്ട് ഓഫ് 6 × 4 = 10 10. ഓക്കെ, 400. അപ്പോൾ ആൻസർ 20 എന്നാണ് വരുന്നത്. കണ്ടോ? അപ്പോൾ 20 എന്നാണ് പി ഇസഡിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് നോക്കാം, മൊമെൻ്റം അല്ലേ പി ഇസഡ് എന്ന് പറഞ്ഞേ. അപ്പോൾ അതിന് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ ആൻസറാണ് 20. മാസ് എനിക്കറിയില്ല, വെലോസിറ്റിയുടെ ആൻസർ ഇവിടെ ഉണ്ട് 4. അപ്പം മാസ് ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 20 എന്നാണ്. അപ്പോൾ എമ്മിൻ്റെ ആൻസർ എത്ര വരും? 5. അടിപൊളിയല്ലേ? അപ്പോൾ അത് പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. 3 പീസുണ്ട്. 3 പീസും എന്താണ്, ഒന്ന് എക്സ് ഡയറക്ഷനിൽ, ഒന്ന് വൈ ഡയറക്ഷനിൽ, ഒന്ന് ഇസഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്നങ്ങ് ചിന്തിച്ചിട്ട് അങ്ങ് ചുമ്മാ അതങ്ങ് ചെയ്ത് കളിക്കുക. ഇനി ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുന്നത്? റൂട്ട് ഓഫ് ഐയുടെ കൂടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് ആൻസർ കിട്ടി 5 എന്നാണ്. അപ്പോൾ ആൻസർ ഇതാ ഇവിടെ ഉണ്ട്, ഡി ആണ് ഇതിൻ്റെ ആൻസർ. എളുപ്പമല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. എന്താണ് നല്ല ക്വസ്റ്റ്യൻ? The figure shows a horizontal force acting on a block of mass m on an inclined plane at an angle theta. Okay, what is the normal reaction എന്നാണ് ക്വസ്റ്റ്യൻ. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നമുക്കിവിടെ എല്ലാം വരച്ചു വയ്ക്കാം. നിങ്ങളിവിടെ നോക്കുക, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എം മാസമുള്ളൊരു സാധനം ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുക? താഴോട്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് mg ആണ്. ഓക്കെ, നോർമൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? നോർമലി സർഫസിന് നോർമലായിട്ട്. ഇതും നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ആംഗിൾ 90 ആണ്, ഇവിടുത്തെ ഈ ആംഗിൾ 90 - θ ആണ്. അത്രയൊക്കെ അറിയാം. ഈ എം ജി റിസോൾവ് ചെയ്ത 2 കമ്പോണൻസ് കിട്ടും. ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയും ഒരു കമ്പോണൻറ്റ് ഇതാ ഇങ്ങനെയും. ഓക്കെ, ഈ ആംഗിള് എത്ര വരും? ഈ ആംഗിള് 90 - θ ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? θ. സംശയമൊന്നുമില്ല. അപ്പോൾ എം ജി റിസോൾവ് ചെയ്താൽ ഏതൊക്കെ കമ്പോണൻറ്റ് കിട്ടും? എം ജി കോസ് θ, അഡ്ജസൻറ്റ് കമ്പോണൻറ്റ് എം ജി കോസ് θ, മറ്റേ കമ്പോണൻറ്റ് എം ജി സൈൻ θ. ഇത് മനസ്സിലായി.
ഇനി നമുക്ക് നോക്കാം എഫിനെ റിസോൾവ് ചെയ്യാടാ. എഫ് ഈ ആംഗിൾ തീറ്റ അല്ലേ മക്കളെ? ഓക്കെ, എഫിനെ റിസോൾവ് ചെയ്താൽ ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയും കിട്ടും, ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എഫ് കോസ് തീറ്റയാണ്, ഇത് എഫ് സൈൻ തീറ്റയാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇനി ഇവിടെ നിങ്ങൾ നേരെ നോക്കുക എന്താണെന്ന്, നേരെ വായിച്ചു. വാട്ട് ഈസ് എ നോർമൽ റിയാക്ഷൻ? നമ്മുടെ എൻ മേലോട്ടാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സാധനങ്ങൾ ഏതൊക്കെയെന്ന് നേരെ നോക്കിയാൽ മതി. രണ്ട് പേര് എം ജി കോസീറ്റയും എഫ് സൈൻ തീറ്റയും. അപ്പോൾ എൻ ഈക്വൽ ടു ആണ് എം ജി കോസീറ്റ പ്ലസ് എഫ് സൈൻ തീറ്റ. നമ്മൾ ഈ മോഡൽ സോൾവ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ചിന്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, എളുപ്പമല്ലേ ഇത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എം ജി കോസീറ്റ പ്ലസ് എഫ് സൈൻ തീറ്റ ഇതായിരിക്കുന്നു. അപ്പോൾ എം ജി കോസീറ്റ പ്ലസ് എഫ് സൈൻ തീറ്റ. ഓക്കെ, എളുപ്പം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരും. അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കേ. എ ബോഡി സബ്ജക്റ്റഡ് ടു 3 കൺകറൻറ്റ് ഫോഴ്സസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം, മേ ബി ഇൻ ഇക്വിലിബ്രിയം. കറക്റ്റ് ആയിരിക്കും. ഓക്കെ, കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കൺകറൻറ്റ് ഫോഴ്സ് എന്താണെന്ന് അറിയാം. ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്ത് കുറേ ഫോഴ്സ് ഉണ്ടായിരിക്കുകയും ആ ഫോഴ്സുകൾ ആ പോയിൻറ്റിനെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ പോയിൻ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 3 ഫോഴ്സുകളാണ്. അപ്പോൾ 3 ഫോഴ്സുകൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു, പോയിന്റ് ഇക്വിലിബ്രിയത്തിൽ. അപ്പോൾ ഇക്വിലിബ്രിയം കൺകറൻറ്റ് ഫോഴ്സസ്. അസർഷൻ ഈസ് കറക്റ്റ്. ദെൻ ഫോർ ഇക്വിലിബ്രിയം ദ സം ഓഫ് ഓൾ കൺകറൻറ്റ് ഫോഴ്സസ് ഷുഡ് ബി 0. ശരിയാണ്, 3 എണ്ണം ഉണ്ടല്ലോ, ആ 3 എണ്ണത്തിൻ്റെ കൂടെ നെറ്റ് എഫക്റ്റ് എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ അസർഷനും കറക്റ്റ് ആയിരിക്കണം. കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ഇനി അസർഷൻ്റെ ആൻസറാണ്, അസർഷൻ്റെ എക്സ്പ്ലനേഷനാണ് റീസൺ. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതുകൂടെ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചേ. എ ബ്ലോക്ക് എ ഓഫ് മാസ് 2 കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ഓവർ ബ്ലോക്ക് ബി തന്നെ ഓഫ് മാസ് 8 കിലോഗ്രാം. The combination is placed over a rough horizontal surface. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. Then coefficient of friction between B and floor 0.5. Coefficient of friction between A and B 0.4. Okay, ആദ്യത്തെ 0.5. Then എന്താണ്? A horizontal force 10 Newton is applied on B. The force of friction between A and B. അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ബിയുടെ കാര്യം മാത്രം പറയാം. ഫോർ ബിയുടെ കാര്യം മാത്രമേ പറയാം കേട്ടോ. ബിയുടെ കേസിൽ നിങ്ങൾ പറയണം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ എൻ ആണ്. ഓക്കെ, മ്യൂ അതുപോലെ എഴുതി. എൻ എന്ന് പറഞ്ഞാൽ എം ജി ആണ്. ഇത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? മ്യൂവിൻ്റെ വാല്യൂ 0.5 ആണ്. എമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാം. ബിയുടെ കാര്യം മാത്രമാണ്. ബിയുടെ കേസ് ബി താഴോട്ട് കൊടുക്കുന്നത് ടോട്ടൽ എത്രയാണ്? എം. ബി താഴോട്ട് കൊടുക്കുന്നത് ടോട്ടൽ എത്രയാണെന്ന് പറയണം. ബി താഴോട്ട് കൊടുക്കുന്നത് എത്രയാ? ബിയുടെ മണ്ടയിൽ ആര് കയറിയിരിപ്പുണ്ട്? എ കയറിയിരിപ്പുണ്ട് അല്ലേ? അപ്പം ബി താഴോട്ട് ടോട്ടൽ കൊടുക്കുന്നത് എത്രയാ? 10 ആണ്. ഓക്കെ, 10G. അപ്പം 10 × G. ഓക്കെ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായി. ജിയുടെ വാല്യൂ 10 എന്നെടുത്തോളാൻ പറയുന്നു. അപ്പോൾ 0.5 × 10 × 10 എന്നാണ്. ഓക്കെ, അപ്പോൾ 50 എന്നാണ്. 50 ന്യൂട്ടൺ. നിങ്ങൾ തന്നെ ആലോചിക്കുക, ബിയും ഫ്ലോറും തമ്മിൽ 50 ആണ്. 50 ന്യൂട്ടൺ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. നിങ്ങളിവിടെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി 10 ന്യൂട്ടൺ ആണ് റൈറ്റിലോട്ട് കൊടുക്കുന്നത്. അനങ്ങത്തില്ല ബി വിൽ നോട്ട് മൂവ്. Okay, so 50 Newton is less than 10 Newton. Therefore, no motion. ഇത് മൂവ് ചെയ്യുന്നില്ല. ഈ സിസ്റ്റം മൂവ് ചെയ്യത്തേയില്ല. ഓക്കെ, ഇനി മോഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് വരിക? ഫ്രിക്ഷൻ വരുന്നത്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ചോദ്യം നോക്കൂ. എയും ബിയും തമ്മിലുള്ള ഫ്രിക്ഷൻ എത്ര? എയും ബിയും തമ്മിലുള്ള ഫ്രിക്ഷൻ എത്ര? മോഷനൊന്നും ഇല്ലല്ലോ. അപ്പം മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ വരത്തില്ല. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആൻസർ എത്ര വരും? 0. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? അപ്പം മോഷൻ ഇല്ല, അപ്പോൾ അവിടെ ഫ്രിക്ഷനും വരുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പോൾ ചിന്തിക്കുക, അടിപൊളി ക്വസ്റ്റ്യനല്ലേ. എത്ര ക്വസ്റ്റ്യനായി? നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യനായി. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. ബൈ.